ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗൃഹാങ്കണ രാമായണ പാരായണം 17-ാം ദിവസം. നേരത്തെ തന്നെ തോറ്റുപോയ സുഗ്രീവൻ വീണ്ടും യുദ്ധത്തിന് വിളിച്ചപ്പോൾ ബാലിയുടെ ഭാര്യ താരയിൽ അത് വലിയ സംശയത്തിന് ഇടയായി അനുഭവപ്പെട്ടു. അവൾ ബാലിയെ തടുത്തു നിർത്തി പറയുകയാണ്, അല്ലയോ ഭർത്താവേ, സുഗ്രീവൻ്റെ പിറകിൽ ആരോ ഉണ്ട്. അതുകൊണ്ടാണ് തോറ്റുപോയിട്ടുള്ള അവൻ വീണ്ടും യുദ്ധത്തിനായി വന്നിട്ടുള്ളത്. ഏതോ ഒരു നിഗൂഢത ഇതിന് പിറകിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങ് തീർച്ചയായും യുദ്ധത്തിനായി ഇപ്പോൾ പോകരുത്. പക്ഷേ താരയുടെ വാക്കുകൾ മാനിക്കാതെ ബാലി പറയുകയാണ്, നീയൊരു കാര്യം ധരിക്കേണമോമലേ, ബന്ധുവായാരുള്ളതോർക്ക സുഗ്രീവന്. ഇതാണ് ബാലിയുടെ ഭാഷ്യം. താനല്ലാതെ മറ്റാരും യോഗ്യരല്ല എന്നുള്ള ബാലിയുടെ അഹങ്കാരമാണ് എല്ലാം ഉണ്ടായിട്ടും അവന് പരാജയത്തെ ഏറ്റുവാങ്ങാനുള്ള കാരണമായി ഭവിച്ചിട്ടുള്ളത്. ഏതായാലും ഗംഭീര യുദ്ധമാണ് നടക്കുന്നത്. രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ, രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരും പോലെയും കണ്ടവരാർത്തുകൊണ്ടാടിപ്പുകഴ്ത്തുകയും കണ്ടീല വാട്ടമൊരുത്തർക്കേതുമേ. ഈ നിലയിൽ തുല്യശക്തികളായാണ് യുദ്ധം നടക്കുന്നതെങ്കിലും സുഗ്രീവന് അധിക നേരം പിടിച്ചു നിൽക്കാൻ ആവുന്നില്ല. എതിരാളികളുടെ ശക്തി ക്രമേണ തന്നിലേക്ക് ആവാഹിക്കപ്പെടും എന്നുള്ള അത്ഭുതകരമായ ഒരു വരം ബാലിക്കുണ്ട്. അത് മനസ്സിലാക്കിയ ശ്രീരാമചന്ദ്രൻ ബാലി തൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വൃക്ഷഷണ്ഡം മറഞ്ഞാശു മഹേന്ദ്രമാം അസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമമ്മറയച്ചരുളിയിടിനാൻ. ചെന്നതു ബാലി തൻ മാറിൽ തറച്ചളവൊന്നങ്ങലറി വീണിടിനാൻ. ബാലിയും ഭൂമിയുമൊന്നു വിറച്ചിതന്നേരത്ത് രാമനെ കൂപ്പിസ്തുതിച്ചു മരുൾസുധൻ. ബാലിയും സുഗ്രീവനും ബാല്യകാലത്ത് ഇന്ദ്രപുരിയിലാണ് വളർന്നു വന്നിട്ടുള്ളത്. വാനരപ്രമാണിയായ ജാംബവാന്റെ നിർദ്ദേശപ്രകാരം മക്കളില്ലാതിരുന്ന കിഷ്കിന്ധയിലെ വാനര രാജാവ് ഋഷരജസ് പുത്രന്മാരായി അവരെ സ്വീകരിച്ച് വളർത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. കാലാന്തരത്തിൽ ബാലിയെ കിഷ്കിന്ധയിലെ രാജാവായും സുഗ്രീവനെ യുവരാജാവുമായി അഭിഷേകം ചെയ്യപ്പെടുന്നു. കൈക്കരുത്തിലും മെയ്ക്കരുത്തിലും തപോശക്തിയിലും എല്ലാം ബാലി പ്രഥമ ഗണനീയനായിരുന്നു. അങ്ങനെയുള്ള ബാലി കിഷ്കിന്ധ ഭരിക്കുന്ന കാലത്താണ് മായാവിയുമായി യുദ്ധം നടക്കാൻ ഇടവന്നിട്ടുള്ളത്. ഗുഹാമുഖത്ത് വെച്ച് ബാലി പറഞ്ഞ പ്രകാരം രക്തം വരികയാൽ സുഗ്രീവൻ തിരിച്ചു പോവുകയും പിന്നീട് രാജാവായി അഭിഷേകം ചെയ്യപ്പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു കാര്യം ശരിയായി മനസ്സിലാക്കാതെ സുഗ്രീവൻ ചെയ്ത വലിയ ചതി എന്ന നിലയിൽ അതിനെ ബാലി കരുതുകയും പിന്നെ ബാലിയുടെ ക്രൂരതകൾ നടമാടുകയുമാണ് അവിടെ നടക്കുന്നത്. തപസ്വിയും പണ്ഡിതനും ത്രിലോകവീരനും എന്നിങ്ങനെയുള്ള കീർത്തികൾ
ഏറ്റുവാങ്ങിയിട്ടുള്ള ബാലി എന്തുകൊണ്ടാണ് രാജമാതൃക കാണിക്കാതിരുന്നത്? സഹോദരനായ സുഗ്രീവൻ തന്നെ ചതിക്കുകയാണ് എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കും മുമ്പ്, പ്രതികാരം ചെയ്യുന്നതിന് മുമ്പ് യോഗ്യനായ ഒരു രാജാവായിരുന്നുവെങ്കിൽ ബാലി കാര്യങ്ങളെല്ലാം ശരിയായി അന്വേഷിക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. മാത്രവുമല്ല, സുഗ്രീവനെ വിളിച്ച് ചോദിക്കാമായിരുന്നു. അതും ചെയ്തില്ല. ഇത്തരം പിഴകളിൽ പെട്ട ബാലി അധപ്പതനത്തെ സ്വയം വിളിച്ചു വരുത്തുകയായിരുന്നു. ഇത്തരം ഒരുപാട് ന്യൂനതകളാണ്, താനെന്ന ഭാവമാണ് ബാലിയുടെ വലിയ വലിയ അധപ്പതനത്തിലേക്ക് വഴി തെളിയിച്ചിട്ടുള്ളത് എന്നുകൂടി ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. പുത്രീ ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യമത് ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ച് ഏറ്റം മഹാപാപി താപമവർക്കതിനാലെ വരുമല്ലോ. രാമനോട് തർക്കവിതർക്കങ്ങൾ പറഞ്ഞ് സത്യം ബോധ്യപ്പെട്ട ബാലി അഹംഭാവത്തെ വെടിഞ്ഞുകൊണ്ട് ഭഗവാന്റെ കരങ്ങളാലുള്ള തലോടലുകൾ ഏറ്റേറ്റ് വാങ്ങി സ്വർലോകം പ്രാപിക്കുകയാണ്. വിവരമറിഞ്ഞോടിയെത്തിയ താര തന്നെ തന്നെ സ്വയം മറന്നുകൊണ്ട് ആർത്ത് കരയുവാൻ തുടങ്ങുകയാണ്. ഗർഹിച്ച താര രാമനോട് പലതും പലതും പറയുകയാണ്. അതെല്ലാം കേട്ടുകൊണ്ട് രാമചന്ദ്രൻ പുഞ്ചിരി തൂകിക്കൊണ്ട്, ആരെയും മയക്കുന്ന പുഞ്ചിരി തൂകിക്കൊണ്ട്, ഏത് ദുഃഖത്തെയും ഇല്ലാതാക്കുന്ന മിഴിനോട്ടം കൊണ്ട് താരയെ സമാശ്വസിപ്പിക്കുകയും ഉപദേശ നിർദ്ദേശങ്ങളെ നൽകിക്കൊണ്ട് അവളെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. താരെ, നീ എന്തിനാണ് വെറുതെ ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്? വാസ്തവത്തിൽ നിന്റെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ ദുഃഖിക്കേണ്ടതായ യാതൊരു കാര്യവുമില്ല. ഇതാ ഇവിടെ കിടക്കുന്ന ചലനമറ്റ ശരീരമാണോ നിന്റെ ഭർത്താവ്? അതല്ല നിത്യമായ ആത്മാവാണോ? ശരീരത്തെയാണ് നീ നിന്റെ ഭർത്താവായി കരുതുന്നു എങ്കിൽ ആ ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ളതും നാശത്തിന് വിധേയവുമാണ്. കാലം, കർമ്മം, ഗുണം ഇത്യാദികളാലാണ് ശരീരം രൂപം കൊള്ളുന്നത്. ആ ശരീരമിതാ താരെ ഇപ്പോഴും നിന്റെ മുമ്പിൽ കിടക്കുന്നു. പിന്നെ എന്തിനാണ് നീ വെറുതെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്? ത്വക് മാംസാദികൾ ചേർന്നുകൊണ്ട് രൂപപ്പെട്ട ശരീരമല്ല, പകരം ആത്മാവായ ജീവനാണ് നിന്റെ ഭർത്താവെന്ന് കരുതുകയാണെങ്കിൽ ആ ജീവൻ നിത്യനാണ്. അതിന് ജനനമോ മരണമോ ഇല്ല. അത് നിൽക്കുകയോ നടക്കുകയോ ചെയ്യുന്നില്ല. അതിന് സ്ത്രീ പുരുഷ നപുംസക ഭേദവുമില്ല. എങ്കിലും അത് എല്ലാറ്റിലും വ്യാപരിച്ചിരിക്കുന്നു. പരന്നുകിടക്കുന്ന ആകാശം പോലെ അത് നിത്യവും ശുദ്ധവും അനശ്വരവുമാകുന്നു. ശരീരത്തോടും ഇന്ദ്രിയങ്ങളോടും അഹങ്കാരാദികൾക്ക് സമ്പർക്കമുണ്ടാകുമ്പോൾ ആത്മാവിന് അവിവേകത്വം അനുഭവപ്പെടുന്നു, അവിവേകിയായിത്തീരുന്നു. ആ കാലത്തോളം സുഖദുഃഖ ഭോഗാത്മകമായ സംസാരം നിലനിൽക്കുകയാണ്. ഇങ്ങനെ ആത്മാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു
എന്ന് പറയപ്പെടുന്ന സംസാരം തന്നെത്താൻ ഇല്ലാതാവുകയുമില്ല. സ്വപ്ന കാഴ്ചകൾ നമ്മുടെ ഉണർവോടുകൂടി മിഥ്യയാവുന്നത് പോലെ ശരിയായ ജ്ഞാനം ഉണ്ടാവുകയും തദ്വാര വിഷയാദി സങ്കല്പങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ സംസാരമെന്നത് മിഥ്യയായി അനുഭവപ്പെടുന്നു. സംസാരമെന്ന മിഥ്യാബോധം നശിക്കപ്പെടുന്നു. ഇതിനെല്ലാം കാരണമായി വർത്തിക്കുന്നത് മനസ്സുമാണ്. ജീവൻ അഥവാ ആത്മാവ് മനസ്സുമായി ഐക്യപ്പെടുമ്പോഴാണ് മറ്റ് ബന്ധവിഷയങ്ങൾ സംഭവിക്കുന്നത്. ശുദ്ധമായ സ്ഫടികത്തിന് മുമ്പിൽ രക്താദി വസ്തുക്കൾ ഇടം പിടിച്ചാൽ സ്ഫടികവും ആ നിറത്തെ സ്വീകരിക്കും. അത് നമ്മുടെ വെറും ഒരു തോന്നൽ മാത്രമാണ്. ഇങ്ങനെ ജീവൻ കർമ്മങ്ങൾക്ക് വശപ്പെടുക കാരണം പ്രളയാവസാനം വരെ ജനിച്ചും മരിച്ചും കൊണ്ടിരിക്കും. വീണ്ടും സൃഷ്ടികാലം വരുമ്പോൾ മുൻജന്മത്തെ വാസനാവിശേഷത്തോടുകൂടി വീണ്ടും വീണ്ടും ജനിക്കുകയും ചെയ്യും. ഇങ്ങനെ ഗഡീയന്ത്രം പോലെ ജീവൻ താഴേക്കും മുകളിലേക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കും, ലക്ഷ്യമില്ലാതെ. ഇങ്ങനെ ഇരിക്കുമ്പോൾ അജിരേണ സത്സമ്പർക്കം, അതായത് സത്സംഗം വന്നു ചേരുകയാണെങ്കിൽ മനസ്സ് ഈശ്വരോമുഖമായി തിരിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഈശ്വരനെക്കുറിച്ചുള്ള കഥകളും മറ്റ് കാര്യങ്ങളും അറിയുവാൻ ആഗ്രഹമുണ്ടാവുന്നു. അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്നു. അതിൻ്റെ ഫലമായി ശരീരമല്ല ആത്മാവാണ് സത്യം എന്ന അനുഭൂതി മനസ്സിൽ ഉദിക്കുന്നു. അങ്ങനെയുള്ള ജ്ഞാനം ഉണ്ടാവുന്നവർ മുക്തരായി തീരും. പിന്നീട് അവർക്ക് സംസാര ദുഃഖം ഉണ്ടാവുകയില്ല. ആയതിനാൽ താരെ ഭവതി മായാവിമോഹങ്ങൾ ഉപേക്ഷിച്ച് കർമ്മബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടി പരബ്രഹ്മത്തിൽ ലയിക്കുക. കഴിഞ്ഞ ജന്മത്തിൽ നിനക്ക് എന്നിൽ വലിയ ഭക്തി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ നിനക്ക് എന്നെ ദർശിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. ഇനി നീ ദുഃഖങ്ങളെല്ലാം വെടിയുക, എൻ്റെ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് മോക്ഷത്തെ പ്രാപിക്കുവാൻ പരിശ്രമിക്കുക താരെ. അങ്ങനെ രാമചന്ദ്രൻ്റെ നൈസർഗികമായ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ട് സ്വാന്തനപ്പെട്ട താര പിന്നീട് ബാലിയുടെ ഭൗതിക ശരീരത്തെ സംസ്കരിക്കാനുള്ള തയ്യാറെടുപ്പുകൾക്ക് നിർദ്ദേശം നൽകുകയാണ്. ബാലിയുടെ ഭൗതിക ശരീരം രാജോചിതമായ സംവിധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. സുഗ്രീവനും അംഗദനും പൈതൃക കർമ്മങ്ങൾ വിധിപ്രകാരം അനുഷ്ഠിച്ചു വന്നു. ചരമാനന്തര ക്രിയകളെല്ലാം ലക്ഷ്മണൻ്റെ മേൽനോട്ടത്തിൽ സമംഗളം നടത്തപ്പെട്ടു. ശ്രീരാമചന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവായും അംഗദനെ യുവരാജാവായും വാഴിക്കുവാനുള്ള സംരംഭങ്ങൾ ആരംഭിക്കുകയാണ്. ലക്ഷ്മണൻ്റെ നേതൃത്വത്തിൽ ഹനുമാനും ജാംബവാനും അതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഇതിനിടയിൽ സുഗ്രീവൻ ഹനുമാൻ, ജാംബവാൻ, അംഗദൻ എന്നിവരുമായി ചേർന്ന് രാമന് മുൻപാകെ തിരുമുൽ കാഴ്ചകൾ സമർപ്പിക്കുകയും രാമനെ കിഷ്കിന്ധയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. വനവാസ വ്യവസ്ഥ പ്രകാരം രാമൻ സുഗ്രീവൻ്റെ ക്ഷണം സ്നേഹപൂർവം നിരസിക്കുകയും പകരം അഭിഷേകാദി കർമ്മങ്ങൾക്ക് ലക്ഷ്മണനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. സുഗ്രീവ, രാജ്യഭരണത്തിൽ യാതൊരു നീതികേടും അങ്ങയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവരുത്. താരയോടും അംഗദനോടും വളരെ സ്നേഹത്തോടെ പെരുമാറണം. രുമയെ ഒട്ടും സംശയിക്കാതെ സ്വീകരിക്കണം.
എല്ലാ കാര്യവും ജാമ്പവാനോടും ഹനുമാനോടും ആലോചിച്ചു മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇനി ചാതുർമാസ്യ വ്രതം ആരംഭിക്കുകയായി. അതിനുള്ള കാലം സമാഗതമായിരിക്കുകയാണ്. അതിനാൽ 4 മാസത്തെ ആ വ്രതം അനുഷ്ഠിച്ചതിന് ശേഷം നമുക്ക് സീതാന്വേഷണത്തിനായി പുറപ്പെടാം എന്ന് പറഞ്ഞ് രാമൻ സുഗ്രീവാദികളെ യാത്ര അയക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ ചാതുർമാസ്യ വ്രതത്തിലേക്ക് പ്രവേശിക്കുന്നതിനായി ഋഷ്യമൂകത്തിലുള്ള പ്രവർഷണഗിരിയിലെ ഒരു ഗുഹയിൽ പ്രവേശിച്ചു. ആ ഗുഹാമുഖത്ത് ഫലവൃക്ഷങ്ങളും കായ്കനികളും മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങളും ധാരാളമായി ഉണ്ടായിരുന്നു. സിദ്ധന്മാർ, യോഗികൾ, മറ്റ് പ്രശംസനീയരായവരൊക്കെ തന്നെ മനുഷ്യരൂപം ധരിച്ച നാരായണനെ കണ്ട് വന്ദിക്കുവാൻ അവിടെ എത്തി. സ്ഥാവര ജംഗമാദികളേവരും അവിടെ സസുഖം വാണുവരികയാണ്. ആഷാഢമാസത്തിലെ ഏകാദശി മുതൽ കാർത്തിക മാസത്തിലെ ഏകാദശി വരെ, അതായത് കർക്കടക മാസത്തിലെ ഏകാദശി മുതൽ വൃശ്ചിക മാസത്തിലെ ഏകാദശി വരെയാണ് ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഇവിടെ ഇന്നത്തെ സത്സംഗം സമാപിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.